Hi all, today we are going to discuss another chapter, Biotechnology Principles and Processes. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ആൻഡ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ദീസ് ആർ ദ 2 ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ടു ബയോടെക്നോളജി. മക്കളെ, അപ്പം ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയാലും നമുക്കറിയാം നമ്മുടെ സ്കോറിങ് ഒരു ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുക. അപ്പോൾ മിടുക്കരായിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ പോകാൻ പറ്റുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിലൂടെ എങ്ങനെയാണ് റിവിഷൻസ് നടത്താൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ആർ യു റെഡി മക്കളെ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഈ ചാപ്റ്ററിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആർ യു റെഡി? ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസിലൂടെ പോവാം. അപ്പം നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഡീൽ ചെയ്ത് പോവാം. സി, വാട്ട്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി? What is the function of restriction endonuclease? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. സി, വാട്ട് ഈസ് ബയോടെക്നോളജി മക്കളെ? ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സി, അതിനുവേണ്ടി ഒരു നല്ല ഡെഫിനിഷൻ അല്ലേ? ഏത് ഡെഫിനിഷനാണ്? അക്കോർഡിംഗ് ടു EFB. വാട്ട് ഈസ് EFB? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. അക്കോർഡിംഗ് ടു EFB ഒരു ഡെഫിനിഷൻ ഉണ്ട്. പറയാമോ? എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ, ഒന്ന് പറഞ്ഞിടാ. എത്ര പേർക്ക് അറിയാം? വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് ബയോടെക്നോളജി? EFB എന്ന് പറഞ്ഞാൽ എന്താ? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. അക്കോർഡിംഗ് ടു EFB, വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് ബയോടെക്നോളജി? ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ്, cells, parts thereof and molecular analogues for products and services. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു നോക്കിയേ. ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ്, cells, parts thereof and molecular analogues for products and services. That is the definition of biotechnology, right? അപ്പം ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച്, അതിന് നമുക്കറിയാം 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. പക്ഷെ അത് 2 പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എത്ര പേർക്കറിയാം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, പക്ഷെ അത് 2 പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. വിച്ച് ആർ ദ 2 പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജീസ്? മക്കളെ, 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. വിച്ച് ആർ ദേ? ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. Which are the 2 principles? Genetic engineering or recombinant DNA technology. See, recombinant DNA technology ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ താരം, റൈറ്റ്? ജനറ്റിക് എഞ്ചിനീയറിംഗിനെ വിളിക്കുന്ന വേറെ പേരാണ് RDNA ടെക്നോളജി ഓർ recombinant DNA technology, right? One principle of biotechnology is genetic engineering and other principle is bioprocess engineering. What's the next principle? Bioprocess engineering, right? These are the 2 principles of biotechnology. Makkale, which are the 2 principles of biotechnology? Genetic engineering and bioprocess engineering. Genetic engineering also called RDNA technology or recombinant DNA technology, and second principle is bioprocess engineering. Makkale, these are the 2 principles of biotechnology. സി, അപ്പം വാട്ട് ഈസ് ബയോടെക്നോളജി? ഡെഫിനിഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ആ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ബയോളജി. സി, മാനിപ്പുലേഷൻ ഓഫ് സെൽസ് അല്ലെ? സെൽസിലുള്ള ജീനുകളെ മാനിപ്പുലേഷൻ നടത്തുക, എന്നിട്ട് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഡിസൈഡ് പ്രോഡക്റ്റ് അല്ലേ? ദാറ്റ്സ് എ പർപ്പസ് ഓഫ് നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഒരു റീകോംബിനന്റ് DNA ടെക്നോളജി. ആൻഡ് അങ്ങനെ ഉണ്ടായ ഓർഗാനിസത്തിൽ നിന്ന് പ്രൊഡക്റ്റ് ഐസൊലേറ്റ് ചെയ്യുന്നതാണ്, അല്ലെ അതിനെ യൂസ് ചെയ്യുന്നതാണ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. സി, അപ്പോൾ ഈ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനുള്ള ജോലി എന്താണെന്നാണ് ഇവിടെ ചോദ്യം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റീകോംബിനന്റ് DNA, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി? മക്കളെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ മോളിക്കുലാർ സിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തെന്നാ അറിയപ്പെടുക? മോളിക്കുലാർ സിസേഴ്സ്. മക്കളെ, മോളിക്കുലാർ സിസേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന നമ്മുടെ എൻഡോന്യൂക്ലിയസ്, റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ മോളിക്കുലാർ സിസേഴ്സ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വിച്ച് വൺ ഈസ് മോളിക്കുലാർ ഗ്ലൂ? കമൻറ്റ് ചെയ്തേ മക്കളെ, വിച്ച് വൺ ഈസ് മോളിക്കുലാർ ഗ്ലൂ? വിച്ച് വൺ ഈസ് മോളിക്കുലാർ ഗ്ലൂ? യെസ്, മോളിക്കുലാർ ഗ്ലൂ ഈസ് DNA ligase, right? Molecular scissors is restriction endonuclease, right? See, അപ്പോൾ എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ ജോലി? cut DNA at specific site.
സി നമുക്കറിയാം ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ ഡിസൈഡ് ജീനിനെ നമ്മളൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് വെക്കുകയാണ്, റൈറ്റ്? ഡിസൈഡ് ജീനിനെ നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് വെക്കുകയാണ്. സി അതിനുവേണ്ടി നമ്മൾ ഡിസൈഡ് ജീൻ എടുക്കുന്നത്, വാട്ട് ഈസ് ജീൻ മക്കളെ? വാട്ട് ഈസ് ജീൻ? പാർട്ട് ഓഫ് DNA വിച്ച് റെപ്രസെന്റ് ക്യാരക്ടർ, റൈറ്റ്? അപ്പോൾ DNA-യിലാണ് ജീൻ ഇരിക്കുക. അപ്പോൾ ജീനുകൾ DNA-യിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. ജീനുകൾ DNA-യിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. ജീനുകൾ DNA-യിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ മക്കളെ DNA ഇങ്ങനെ ലോങ് ആയിട്ടുള്ള നമ്മുടെ DNA-യുടെ നീളം എത്രയാണ്? വാട്ട്സ് ലെങ്ത് ഓഫ് ഹ്യൂമൻ DNA? നിങ്ങൾക്കറിയാം മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2.2 മീറ്റർ DNA, റൈറ്റ്? അത്രയും നീളമുള്ള DNA നമ്മുടെ ഒരു സെല്ലിലുണ്ട്. സി അതിൻ്റെ അകത്തുനിന്ന് ഈ പർട്ടിക്കുലർ ജീൻ വിച്ച് ഈസ് ട്രാൻസ്ഫർ ടു ദ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആ ജീനിനെ നമ്മൾ എന്ത് വിളിക്കും? ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. എന്ത് വിളിക്കും? ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അല്ലെങ്കിൽ വിളിക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന ജീൻ, അല്ലെങ്കിൽ ഫോറിൻ ജീൻ ഓർ ഏലിയൻ ജീൻ, റൈറ്റ്? ദിസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വേണം DNA-യിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി, റൈറ്റ്? ഇതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് എടുക്കണമല്ലോ, DNA മുറിക്കണം. DNA മുറിച്ചിട്ട് വേണം ഈ പറഞ്ഞ DNA മീൻസ് ഈ മോളിക്യൂളിനെ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ. അപ്പോൾ DNA മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. എവിടുന്ന മക്കളെ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്? കട്ട് DNA. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ DNA-നെ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മുറിച്ചിട്ട് അതിലെ ഒരു ഫ്രാഗ്മെന്റ് ആയിരിക്കും നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ട്രാൻസ് ജീൻ ഓർ ഏലിയൻ ജീൻ ഓർ ഫോറിൻ ജീൻ, റൈറ്റ്? അത് നമുക്ക് അവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്, റൈറ്റ്? സി അപ്പം അത് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? DNA-നെ നമ്മൾ മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോളിക്കുലാർ സിസ്റ്റം എന്ന് വിളിക്കുന്ന ആളാണ് restriction endonuclease. Which one is the molecular sister? Restriction endonuclease. അപ്പോൾ restriction endonuclease ഉപയോഗിച്ചിട്ട് നമ്മൾ DNA-നെ മുറിക്കും, റൈറ്റ്? അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് DNA? ലിങ്ക് ടുഗദർ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA അല്ല. മേക്ക് മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് DNA അല്ല. കട്ട് DNA into many fragments is the correct answer, right? സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA അല്ല. അപ്പോൾ DNA-നെ മേക്ക് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. സി ഞാനപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ മക്കളെ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എവിടെ നിന്നാണ് കിട്ടുക? DNA മുറിക്കുന്ന ഈ എൻസൈം എവിടെ നിന്ന് കിട്ടും? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എവിടെ നിന്നാണ് കിട്ടുക? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പറയാമോ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കിട്ടുന്നത് ബാക്ടീരിയ, ചില ബാക്ടീരിയകളിൽ നിന്നാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തത്. റൈറ്റ്? സി ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസിന്റെ പേര് പറ. വാട്ട്സ് ദ നെയിം ഓഫ് വൈറസ് വിച്ച് അറ്റാക്കിംഗ് ബാക്ടീരിയ? ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിനെതിരെയുള്ള ഒരു കത്തിയാണ്, അവർക്കെതിരെയുള്ള ആയുധമാണ് ഈ ബാക്ടീരിയയിലുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വിച്ച് മേക്ക് യൂസ് ടു കട്ട് ബാക്ടീരിയോഫേജ് DNA. അപ്പോൾ ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? മക്കൾ ഈ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകൾ എന്തോരം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നൗ ഐസൊലേറ്റഡ്? മോർ ദാൻ 900 restriction enzymes isolated from over 230 strains of bacteria. More than 900 restriction enzyme isolated from over 230 strains of bacteria. Very important കേട്ടോ, ഇത് പഠിച്ചോണം കേട്ടോ. അപ്പോൾ മക്കളെ എന്തോരം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നൗ ഐസൊലേറ്റഡ്? More than 900 restriction enzyme from over 230 strains of bacteria were isolated. Very important. Clear? അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ മനസ്സിലായോടാ മക്കളെ? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? നമുക്ക് ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് DNA-യിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ DNA-നെ നമ്മൾ മുറിക്കണമല്ലോ. DNA മുറിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ് നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്, റൈറ്റ്? മോർ ദാൻ 900 റെസ്ട്രിക്ഷൻ എൻസൈം ഐസൊലേറ്റഡ് ഫ്രം ഓവർ 230 strains of bacteria. ഓക്കേടാ, ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു restriction endonuclease. Okay, very important. Different angle questions വരും. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലൂടെ ഡിഫറെന്റ് ആംഗിളിലുള്ള പോയിന്റ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ മക്കളെ, വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റഡ്. സി അതിന് കണക്ട് ചെയ്തതിന് വേറൊരു ചോദ്യമാണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റഡ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ട്സ് ആൻസർ? HindE2, റൈറ്റ്? HindE2 is the first restriction endonuclease isolated from Haemophilus influenzae, right? Haemophilus
influenzae RD, right? Haemophilus influenzae RD, right? Haemophilus inde H, influenzae ide IN, right? RD, HIND2, right? ഹീമോഫീലസ് ഇൻഫ്ലുവൻസെ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു റെസിസ്റ്റന്റ് എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്തത്. അത് പഠിക്കണം കേട്ടോ. അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ്. അപ്പം BAM-H1 ഉണ്ട്, EcoR1 ഉണ്ട്, CLA1 ഉണ്ട്, റൈറ്റ്? BAM-H1 ബാസില്ലസ് അമിലോ ലിക്വിഫേഷ്യൻസ്, ബാസില്ലസ് അമിലോ ലിക്വിഫേഷ്യൻസ് എന്നാണ് BAM-H1 ഐസൊലേറ്റ് ചെയ്തത്. EcoR1 എഷെർഷ്യ കോളെ RY13, CLA1 Caryophyllene latum, right? These are the different bacteria from where this resistant endonuclease isolated. അങ്ങനെയുള്ള ചോദ്യം. അതുപോലെ തന്നെ ഫസ്റ്റ് റീകോമിനന്റ് DNA ഏതാണെന്നൊരു ചോദ്യമുണ്ട്. Which is the first recombinant DNA മക്കളെ? Which is the first recombinant DNA? എത്ര പേർക്ക് അറിയാം? What's the first recombinant DNA? Constructed by Stanley Cohen and Herbert Boyer in 1972. ആരാണ്ടും കൺസ്ട്രക്ട് ചെയ്തത്? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ, റൈറ്റ്? ആരാണ് കൺസ്ട്രക്ട് ചെയ്തത്? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ, റൈറ്റ്? ഇൻ ദ ഇയർ 1972, റൈറ്റ്? Who constructed first restriction endonuclease? First recom DNA constructed by Stanley Cohen and Herbert Boyer in 1972. Very, very important. ഏതായിരുന്നു ഫസ്റ്റ് recombinant DNA? Which was the first recom DNA? Which was the first recom DNA, right? ഏതായിരുന്നു ഫസ്റ്റ് recom DNA? ഫസ്റ്റ് recom DNA എന്ന് പറഞ്ഞാൽ അതായത് പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയം, റൈറ്റ്? പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയം എന്ന ബാക്ടീരിയ, റൈറ്റ്? പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയം എന്ന ബാക്ടീരിയയുടെ വെക്റ്റർ. പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയം എന്ന് പറയുന്ന ബാക്ടീരിയയുടെ വെക്റ്ററാണിത്. ആ വെക്റ്ററിലേക്ക് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. റെസിസ്റ്റന്റ് ജീൻ ഇൻട്രൊഡ്യൂസ്. അതായത് പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയത്തിലേക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നൗ ഫോം റീകോംബിനന്റ് DNA, റൈറ്റ്? ഫസ്റ്റ് റീകോം DNA എന്താ മക്കളെ? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ വിത്ത് പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയം. സാൽമണല്ല ടൈഫിമൂറിയത്തിന്റെ പ്ലാസ്മിഡ് ആണ് ഇവിടുത്തെ വെക്റ്റർ. പ്ലാസ്മിഡ് ഈസ് ദ വെക്റ്റർ which can carry gene of interest to the host, right? വെക്റ്റർ എന്ന് പറഞ്ഞാൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഹോസ്റ്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവരെയാണ് നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റീകോം DNA എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ വിത്ത് പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയം. പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയം ആണ് ഇവിടുത്തെ വെക്റ്റർ. അതിലേക്കാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഫോറിൻ ജീൻ ഓർ ട്രാൻസ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയത്തിൻ്റെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ്സ് എ വെക്റ്റർ, റൈറ്റ്? അപ്പോൾ നൗ ഫോം റീകോംബിനന്റ് DNA, റൈറ്റ്? വാട്ട് ഇസ് ദ ഫസ്റ്റ് റീകോം DNA? കൺസ്ട്രക്റ്റഡ് ബൈ സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ ദ ഇയർ 1972. ദാറ്റ് ഈസ് പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫിമൂറിയത്തിലേക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ദാറ്റ്സ് എ ഫസ്റ്റ് റീകോംബിനന്റ് DNA. മക്കളെ, ദാറ്റ്സ് എ ഫസ്റ്റ് റീകോം DNA. വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് റെസിസ്റ്റന്റ് എൻഡോന്യൂക്ലിയസ് പഠിക്കണം. ദാറ്റ് ഈസ് HIND2. അതുപോലെ ഫസ്റ്റ് റീകോം DNA ഏതാണെന്ന് ചോദിച്ചാൽ പഠിക്കണം സാൽമണല്ല ടൈഫിമൂറിയം എന്ന വെക്റ്ററിലേക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ ദ ഇയർ 1972. വെരി ഇമ്പോർട്ടൻറ്റ്. 1972 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇയേഴ്സുകളൊക്കെ കളക്ട് ചെയ്ത് പഠിക്കണം, റൈറ്റ്? നിങ്ങൾക്കറിയാം സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ഫ്ലൂയിഡ് മോസൈക് മോഡൽ ഇൻ ദ ഇയർ 1972, റൈറ്റ്? അങ്ങനെ പഠിക്കുക. 1971 വൈറോയിഡ് കണ്ടുപിടിച്ചത്, റൈറ്റ്? ഓക്കെ, ബൈ ടിയോ ഡൈനർ, റൈറ്റ്? മക്കളെ, ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു ഫസ്റ്റ് റെസിസ്റ്റന്റ് എൻഡോന്യൂക്ലിയസ് ആൻഡ് ഫസ്റ്റ് റീകോംബിനന്റ് DNA. പഠിച്ചോ? സെറ്റല്ലേ? ഓക്കെ. ദ നെക്സ്റ്റ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ക്രിയേഷൻ ഓഫ് റീകോം DNA വിത്ത് ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. നമ്മളിപ്പോൾ പറഞ്ഞോളൂ റീകോംബിനന്റ് DNA ഉണ്ടാക്കും. ജനറ്റിക് എഞ്ചിനീയറിൽ എന്തുണ്ടാക്കും മക്കളെ? റീകോംബിനന്റ് DNA ഉണ്ടാക്കും റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചിട്ട്. എക്സ്പ്ലെയിൻ റീകോം DNA ടെക്നോളജി. വാട്ട് ഈസ് റീകോം DNA ടെക്നോളജി? സിംപ്ലി ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ത് ആണ് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ദാറ്റ് ഈസ് റിട്ടൺ ഇൻ NCERT മക്കളെ. വാട്ട് ഈസ് ദ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേടാ.
What is the definition of what's the definition of genetic engineering? What's the definition of genetic engineering? Altering chemistry of genetic material. This is technique to alter the chemistry of genetic material and introduce in the host and thus change phenotype of the host. Definition important. What's the definition of genetic engineering? It's a technique to alter the chemistry of genetic material and introduce into the host and thus change phenotype of the host is called genetic engineering or recombinant DNA technology. Technique to alter the chemistry of vector. Vector like we gene of interest recombinant DNA that is introduced in the host. Host ഒരു സെല്ലാവാം, ഒരു പ്ലാന്റ് സെല്ലാവാം, ഒരു ആനിമൽ സെല്ലാവാം, ഒരു യൂക്കാരിയോട്ട് സെൽ എന്തുവാകാം, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ആവാം. അതിലേക്ക് നമ്മൾ റീകോംബിനന്റ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്തു. നാ ഹോസ്റ്റിന്റെ സ്വഭാവം മാറ്റി, റൈറ്റ്? പുതിയ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ചെന്നപ്പോൾ ഹോസ്റ്റിന്റെ സ്വഭാവം മാറി. നൗ ദിസ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഉണ്ടായി. ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഉണ്ടാകുന്ന പ്രോസസ്സാണ് റീകോംബിനന്റ് DNA ടെക്നോളജി. സി, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു സെല്ലിൽ നിന്ന് DNA ഐസൊലേഷൻ, റൈറ്റ്? DNA ഐസൊലേഷൻ, റൈറ്റ്? DNA isolation of DNA isolation, right? DNA നമ്മൾ ഒരു സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും. എങ്ങനെയാണ് ഒരു സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം മക്കളെ, സെല്ലിൽ എവിടെയാണ് DNA ഇരിക്കുന്നത്? സെല്ലിൻ്റെ ന്യൂക്ലിയസിലാണ്, അല്ലേ? അപ്പോൾ സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യും. സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? സെല്ലിൻ്റെ ബൗണ്ടറി ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ മുറിക്കണം, റൈറ്റ്? പ്ലാസ്മ മെംബ്രെയിൻ മുറിക്കണം, സെൽ മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ മുറിക്കണം, ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ മുറിക്കണം, DNA പുറത്തെടുക്കണം, അല്ലേ? പറയുമ്പോൾ രസം, അല്ലെങ്കിൽ മുറിച്ചാൽ മതി. ബട്ട് അതിനുവേണ്ടി നമ്മൾ ചില എൻസൈം, സെല്ലിൻ്റെ മെംബ്രെയിൻ മുറിക്കുന്ന പ്രോട്ടിയേസ് ലിപ്പേസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രോട്ടിയേസ് ലിപ്പേസ് കൊടുക്കും. അന്നേരം നമ്മുടെ DNA നമുക്ക് അത് പുറത്ത് കിട്ടും. ഇനി സെൽ വോൾ ഉണ്ട് എങ്കിൽ സെൽ വോൾ മുറിക്കണം, അല്ലേ? സെൽ വോൾ മുറിക്കണേ എങ്ങനെയാണ്? പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലേസ്, ഫംഗസിനാണെങ്കിൽ സെൽ വോൾ ഉണ്ട്, കൈറ്റിനും കൊണ്ടാണ് കൈറ്റിനേസ്. അപ്പം ബാക്ടീരിയൽ സെൽവാണ് ലൈസോസൈം, റൈറ്റ്? അപ്പം നമ്മൾ അത് ഉപയോഗിച്ച് ബാക്ടീരിയയുടെ സെൽ വോൾ ആണെങ്കിലും ഫംഗസിൻ്റെ സെൽ വോൾ ആണെങ്കിലും പ്ലാന്റിൻ്റെ സെൽ വോൾ ആണെങ്കിലും മുറിച്ചിട്ട് ആ സെൽ മെംബ്രെയിൻ ന്യൂക്ലിയർ മെംബ്രെയിനും ഡിസോൾവ് ചെയ്തിട്ട് DNA പുറത്തെടുക്കും. ആ DNA ആണെങ്കിൽ എല്ലാം കൂടെ മിക്സപ്പ് ആയിരിക്കും, DNA മാത്രമായിരിക്കും. അപ്പോൾ DNA നമ്മൾ മാത്രം കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ചിൽഡ് എഥനോൾ ആഡ് ചെയ്യും. DNA മാത്രം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ആഡ് ചെയ്യും മക്കളെ? ചിൽഡ് എഥനോൾ. DNA പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ചിൽഡ് എഥനോൾ ആഡ് ചെയ്തിട്ട് DNA പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യും. DNA പ്രസിപ്പിറ്റേറ്റ് ഔട്ട്. DNA നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, റൈറ്റ്? പ്രസിപ്പിറ്റേറ്റ് ഔട്ട്. DNA നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ഔട്ട്, റൈറ്റ്? ചിൽഡ് എഥനോൾ നമ്മൾ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് ആ DNA നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? DNA എടുത്തിട്ട് വീണ്ടും റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉപയോഗിച്ച് മുറിക്കും. അപ്പോൾ നമുക്ക് DNA കിട്ടിയിട്ടുള്ളൂ, അല്ലേ? ആ DNA നമ്മൾ മുറിക്കുന്ന എൻസൈമിൻ്റെ പേരെന്നാ? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് DNAയുടെ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രമായിട്ട് എടുക്കും. അതിനെ എടുക്കാൻ വേണ്ടി നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തും, റൈറ്റ്? നമ്മൾ എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്തു, ഫ്രാഗ്മെൻറ്റ് ചെയ്തു DNA, റൈറ്റ്? ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA, റൈറ്റ്? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? DNA ഫ്രാഗ്മെൻറ്റ്സിൽ നിന്ന് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്, റൈറ്റ്? സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA fragments, right? And isolation of DNA fragments by gel electrophoresis. അത് നമ്മളിപ്പോൾ പഠിക്കും, അടുത്ത ക്വസ്റ്റ്യനിലുണ്ട്. DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ആ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിൽ ഒരെണ്ണം നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു സർക്കുലാർ ആയിട്ടുള്ള, വെക്ടർ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വെക്ടർ എന്ന് പറയുന്ന ഒരു സർക്കുലാർ DNA ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉപയോഗിച്ച് തുറക്കും. ഇങ്ങനെ സർക്കുലർ ആയിരിക്കുന്ന DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉപയോഗിച്ച് തുറക്കും, റൈറ്റ്? തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യും, റൈറ്റ്? Now form recombinant DNA. rDNA, right? rDNA ഉണ്ടാകുന്ന പ്രോസസ് ഈസ് കോൾഡ് recombinant DNA technology, right? എന്നിട്ട് റീകോം DNA നമ്മൾ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും?
ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. റീകോംബ് DNA നമ്മളിപ്പോൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തൂടാ. ഈ ഹോസ്റ്റ് സെൽ നൗ ഈസ് ട്രാൻസ്ഫോംഡ് ആയി, റൈറ്റ്? ഇപ്പൊ സപ്പോസ് ഒരു ബാക്ടീരിയ എന്ന് വിചാരിക്കുക, ബാക്ടീരിയയിലേക്ക് പുതിയൊരു ജീൻ വന്നു, റൈറ്റ്? പുതിയൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വന്നപ്പോൾ അവന് മോഡിഫിക്കേഷൻ സംഭവിച്ചു, ട്രാൻസ്ഫോമൻ്റ് ആയി. എവിടെ മോഡിഫിക്കേഷൻ സംഭവിച്ചു? ജീനിൽ മോഡിഫിക്കേഷൻ സംഭവിച്ചു. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആയി മാറി. എന്തായി മാറി? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആയി മാറി, റൈറ്റ്? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആയി മാറി, റൈറ്റ്? അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ജെനിക് ഓർഗാനിസം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓർ റീകോംബിനന്റ് DNA ടെക്നോളജി. അതുകൊണ്ട് നമ്മൾ സെല്ലിൽ നിന്ന് DNA പുറത്തെടുക്കണം, DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കണം. ആ ഫ്രാഗ്മെന്റിനെ ഒരെണ്ണത്തിനെടുത്ത് നമ്മൾ ആ ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്താൽ കിട്ടിയ ഫ്രാഗ്മെന്റ്സിനെ വെക്ടർ റെസിസ്റ്റന്റ് ന്യൂക്ലിയസ് ഉപയോഗിച്ച് മുറിച്ച് അതിലേക്ക് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒട്ടിക്കണ്ടേ? ഇവരെ തമ്മിൽ ചേർക്കുന്ന എൻസൈമിന്റെ പേരെന്നാ പറഞ്ഞേ? മോളിക്കുലാർ ഗ്ലൂ എന്നാണ്? മോളിക്കുലാർ ഗ്ലൂ DNA ലിഗേസ് ആണ് ബോണ്ടുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്, റൈറ്റ്? അത് ചേർത്തിങ്ങനെ ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നത് കാരിയർ അല്ലെങ്കിൽ എങ്ങോട്ടാണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, ദാറ്റ് സെൽ ഈസ് കോൾഡ് ഹോസ്റ്റ് സെൽ. അവിടെ നമ്മൾ സാധാരണ ബാക്ടീരിയ സെല്ലോ ഫംഗൽ സെല്ലോ പ്ലാന്റ് സെല്ലോ ആനിമൽ സെല്ലോ ഒക്കെ ഉപയോഗിക്കും, റൈറ്റ്? See, അപ്പോൾ now this host cell is genetically modified ആയി or transgenic ആയി or transformant ആയി. Transgenic അല്ലെങ്കിൽ transformant ഉണ്ടാകുന്ന process is called or genetically modified organism ഉണ്ടാകുന്ന process is called genetic engineering. മക്കളെ ഓക്കെ ആണോ? genetic engineering clear ആണോ? Okay, that's a point related to genetic engineering. അപ്പം explain recombinant DNA technology or genetic engineering നമ്മൾ പറഞ്ഞു. What are restriction enzymes? നമ്മൾ കണ്ടല്ലോ. What is the function of restriction enzyme? To cut open the DNA, to make fragments of DNA, right? That is known as molecular scissors. Already നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, റൈറ്റ്? Restriction enzyme belong to the വലിയ കാറ്റഗറി. Nucleases are of two types: restriction exonucleases and endonucleases. Exonucleases make cut of DNA from the end. ന്യൂക്ലിയോടൈഡ്സിനെ എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് exonuclease എങ്കിൽ endonuclease DNA make fragments of DNA within the DNA fragments at palindromic sequenceൽ DNA മുറിക്കും. അത് അതിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണ്, ക്യാൻ യു ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ റെസ്ട്രിക്ഷൻ എൻസൈം? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, HindD2, റൈറ്റ്? HindD2 നമ്മൾ ക്ലാവൺ കണ്ടു, സാൽവൺ കണ്ടിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ വേറെ എന്നാണുള്ളത്? EcoR1. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിസ്റ്റൻസ് എൻസൈമാണ് EcoR1. സി, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മക്കളെ. ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും സബ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആൻസർ എഴുതണം. ഒരു ഒബ്ജക്റ്റീവ് വേയിൽ പഠിക്കുന്ന ഒരാൾക്ക് ബയോളജി സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പോയിന്റ് വൈസ് എഴുതാൻ പറ്റണം. എല്ലാം ഏറ്റവും സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ വേണം, എങ്കിൽ നമുക്ക് സ്കോർ അടിക്കാൻ പറ്റും. നൗ ഇറ്റ് ഈസ് ഒക്ടോബർ, വി നോ ദാറ്റ് നമ്മുടെ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ അടുത്ത് വരികയാണ്. നിങ്ങളുടെ ആ ഒരു എക്സാമിലേക്ക് അടുത്ത് വരികയാണ്. ഏറ്റവും മിടുക്കരായിട്ട് ഏറ്റവും സ്മാർട്ടായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കണം. ഓക്കെ, ആൻഡ് ദാറ്റ്സ് അബൌട്ട് this question. Genetic engineering include creation of recombinant DNA with the help of restriction enzyme, explain recombinant DNA technology, and what are restriction enzymes. Okay, and what about next question? There are many features required to facilitate successful cloning into a vector. ഒരു ക്ലോണിങ്, വാട്ട് ഈസ് മേക്കിംഗ് കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ വെക്ടർ, അതിന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോണിങ് വേണം. റൈറ്റ് ഷോർട്ട്ലി എനി ടു സച്ച് ഫീച്ചേഴ്സ് റിക്വയർഡ് ബൈ എ വെക്ടർ. ഫീച്ചേഴ്സ് ഓഫ് എ വെക്ടർ. See, vector എന്തൊക്കെ പ്രോപ്പർട്ടി വേണം? What are the features of a vector? See, what in by vector? Vector is the carrier of gene of interest or foreign gene, carrier of gene of interest into the host. What in by vector? It's a carrier of gene of interest in the host. ഹോസ്റ്റിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ക്യാരി ചെയ്യുന്ന ആളെ നമ്മൾ എന്തെന്ന് വിളിക്കും? വെക്ടർ. വാട്ട് ഈസ് വെക്ടർ? ഇസ് ദ കാരിയർ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ഹോസ്റ്റ്. ഹോസ്റ്റിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ക്യാരി ചെയ്യുന്ന ആളെ നമ്മൾ എന്തെന്ന് വിളിക്കും? വെക്ടർ എന്ന് വിളിക്കും, റൈറ്റ്? സി, വെക്ടർ സാധാരണ ഉപയോഗിക്കുന്ന വെക്ടറാണ് പ്ലാസ്മിഡ്. Plasmid is the vector. Bacteriophage is the vector, right? Bacteriophage is the vector. Then phagemid is the vector. Cosmid is the vector. Very important vector on the PBR322 is നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത വെക്ടറാണ് പ്ലാസ്മിഡ് ബൊളിവർ റോഡ്രിഗ്വസ്, റൈറ്റ്? യെസ്, PBR322 is also artificially constructed vector ആണ്. ഫോർ ഈക്കോളൈ ക്ലോണിംഗ് വെക്ടർ ആണ് PBR322. പ്ലാസ്മിഡ് ഉണ്ട്, ബാക്ടീരിയോഫേജ് ഉണ്ട്, ഫേജ്മിഡ് ഉണ്ട്, കോസ്മിഡ് ഉണ്ട്, അതുപോലെ തന്നെ PBR322 ഉണ്ട്. ദെൻ ഡിസാംഡ് പാത്തോജൻസ് വെക്ടറായിട്ട് ഉപയോഗിക്കാറുണ്ട്.
ഡിസാംഡ് പാത്തോജൻസ് വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാടാ? വെരി ഇമ്പോർട്ടൻറ്റ്, അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന അഗ്രോബാക്ടീരിയൻ ടുമിഫേഷ്യൻസ്. Agrobacterium tumefaciens is the disarmed pathogen vector. Agrobacterium tumefaciens, right? For the dicot plants. Dicot plants like എന്തെങ്കിലും കൈമാറണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ആയിട്ടുള്ള ഡിസാംഡ് പാത്തോജൻ വെക്ടർ ആണ് മക്കളെ അഗ്രോബാക്ടീരിയം ടുമിഫേഷ്യൻസ്. പിന്നെ ഒരാളുണ്ട് റിട്രോവൈറസ് ഫോർ ആനിമൽസ്. റിട്രോവൈറസ് ആർക്കാണ്? ആനിമൽസിലേക്ക് എന്തെങ്കിലും കൈമാറാൻ വേണ്ടിയുള്ള വെക്ടറാണ്. റിട്രോവൈറസ് ഈസ് ഓൾസോ ഡിസാംഡ് പാത്തോജൻ. മക്കളെ അങ്ങനെ പഠിച്ചേടാ. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്ടറിനെ കുറിച്ച് പറയുകയായിരുന്നു. ഇനി വെക്ടർ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെക്ടർ? ഇനി 2 ഫീച്ചറാണ് ചോദിച്ചിരിക്കുന്നത്, ആകെപ്പാടെ 3 ഫീച്ചേഴ്സ് ആണുള്ളത്. നമുക്കറിയാം ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ ആ വെക്ടറിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ വെക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് അതിനൊരു ORI വേണം. എന്ത് വേണം? ORI, ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, റൈറ്റ്? വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ആണ്. ഈ ബാക്ടീരിയോഫേജിനെയൊക്കെ വെക്ടറായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം തന്നെ ബാക്ടീരിയോഫേജിൻ്റെ ഒരു പ്രത്യേകത, ബാക്ടീരിയോഫേജ് ഒരു വൈറസ് ആണ്. അത് ബാക്ടീരിയക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ ബാക്ടീരിയക്കകത്ത് അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കും. ബാക്ടീരിയക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയോഫേജ് എന്ന വൈറസ് ബാക്ടീരിയക്കകത്ത് മേക്ക് കോപ്പീസ്. ആ ബാക്ടീരിയയുടെ DNA ഇവൻ കൺട്രോൾ ചെയ്തിട്ട് ഇവൻ അവിടെ പെരുകും, റൈറ്റ്? അതിൻ്റെ DNA ആണ് അവിടെ കയറത്തുള്ളൂ. നമുക്കറിയാം, നിങ്ങൾ മോളിക്കുലർ ബേസിസിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ, അൺഇക്വോക്കൽ പ്രൂഫ് ദാറ്റ് DNA is the genetic material came from the experiment of ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസിൽ പറയുന്നുണ്ട്. ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ നടത്തിക്കൊണ്ട് DNA മാത്രമാണ് ബാക്ടീരിയക്കകത്ത് കയറുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, റൈറ്റ്? ബാക്ടീരിയോഫേജിൻ്റെ DNA ആണ് കയറുക. ORI വേണം. ORI എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ സൈറ്റ് ഓർ സീക്വൻസ് ഫ്രം വെയർ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. ഈ വെക്ടറിൻ്റെ ഈ റീജിയനിൽ നിന്നാണ്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കോപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കോപ്പീസ്, ഇപ്പോൾ നമ്മളൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് വെക്ടറിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഹോസ്റ്റിൽ ചെന്നു, ഹോസ്റ്റിൽ ഈ വെക്ടർ ചെന്നു, ഹോസ്റ്റിൽ വെക്ടർ ചെന്നു, അപ്പോൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണല്ലോ കയറിയിരിക്കുന്നത്, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ചെന്നു. അപ്പോൾ ഈ ORI എന്ത് ചെയ്യും? ഈ ORI ഈ വെക്ടറിൻ്റെ മെനി കോപ്പീസ് ഉണ്ടാക്കും, റൈറ്റ്? മെനി കോപ്പീസ് ഉണ്ടാക്കുമ്പോൾ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മെനി കോപ്പീസ് ഹോസ്റ്റ് സെല്ലിൽ കിട്ടും. ഇപ്പോൾ സപ്പോസ് ഒരു ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഹോസ്റ്റിൽ ചേർത്ത് വെച്ചിരിക്കുന്നെങ്കിൽ, പീക്കോളെ ബാക്ടീരിയയിൽ ഒരു ഇൻസുലിൻ്റെ ജീനാണെങ്കിൽ ഇപ്പോൾ ഈ ORI ഉള്ളതുകൊണ്ട് മെനി ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും, മെനി ഇൻസുലിൻ്റെ ജീൻ ഉണ്ടാകും. പോയി പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ കൂടും, റൈറ്റ്? നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണല്ലോ പർപ്പസ്. അപ്പോൾ മെയിൻ ഫീച്ചർ ഓഫ് എ വെക്ടർ ഈസ് ORI, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. അതിനോട് വേണ്ടി നമുക്ക് ഒരുപാട് കോപ്പി വേണം. നമുക്കിപ്പോൾ ചിലപ്പോൾ ചില വെക്ടറുകളിൽ 1-2 കോപ്പീസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നാൽ ചില വെക്ടർ മെനി കോപ്പീസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് മെനി കോപ്പീസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മെനി കോപ്പീസ് തരുന്ന പോലത്തെയുള്ള വെക്ടറുകളെ ഉപയോഗിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ബാക്കും യാക്കും നമ്മൾ വെക്ടറായിട്ട് ഉപയോഗിക്കും. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഒക്കെ അറ്റ് എ ടൈം മെനി ജീൻസിനെ ക്യാരി ചെയ്യുന്നവരാണ്. അപ്പോൾ കപ്പാസിറ്റി കൂടുതലുള്ളവരെ അതനുസരിച്ചിട്ടുള്ള വെക്ടറുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് ആണ് വി ഹാവ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഒരു വെക്ടറിന് വേണ്ട അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് ഇറ്റ് ഹാസ് എ ക്ലോണിംഗ് സൈറ്റ് or recognition site. Cloning site or recognition site എന്ന് പറഞ്ഞാൽ is the site to cut open the vector DNA. Vector DNA മുറിച്ച് തുറക്കുന്ന സ്ഥലം. Vector DNA തുറക്കണവിടെ അവിടോട്ടാണ് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്, റൈറ്റ്? ക്ലോൺ ചെയ്യുന്നത്. വെക്ടർ DNA തുറന്ന് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ക്ലോണിംഗ് സൈറ്റ് ഓർ റിക്കഗ്നേഷൻ സീക്വൻസ്. ആക്ച്വലി ഒരു വെക്ടർ DNA എന്ന് പറയുന്ന DNA തുറക്കണമെങ്കിൽ ഏത് എൻസൈം ഉപയോഗിക്കണം? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വരുമ്പോൾ അത് മുറിക്കേണ്ട ഒരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ്? അതായത് ഒരു വെക്ടർ, അതിൻ്റെ ഒരു മുന്നോട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസിൽ മാത്രമേ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ മുറിക്കാൻ പറ്റുകയുള്ളൂ. സ്പെസിഫിക് ആണ്. ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് ഒരു പാലിൻഡ്രോമിക് സീക്വൻസ്, അങ്ങനെയാണ്. ആ പാലിൻഡ്രോമിക് സീക്വൻസിൽ വന്ന് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് മുറിച്ച് അവിടേക്ക് നമ്മൾ വെക്ടർ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഇത് എങ്കിൽ ഇത് നമ്മൾ ഈ വെക്ടറിനെ മുറിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എവിടെ മുറിക്കും? ഇവൻ്റെ പാലിൻഡ്രോമിക് ഇവൻ്റെ സ്പെസിഫിക് സീക്വൻസ് ഉണ്ട് ഇവിടെ. അവൻ്റെ സ്പെസിഫിക് സീക്വൻസിലേ മുറിക്കാൻ പറ്റത്തുള്ളൂ. ആ സ്പെസിഫിക് സീക്വൻസിൽ വന്ന് മുറിച്ചിട്ട് അവിടേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യപ്പെടും. That site is called cloning site or recognition site.
Okay, അപ്പോൾ origin of replication ആണ് make copies of gene of interest and control copy number in the host, and the cloning site is make cut open the vector DNA and അവിടെയാണ് gene of interest insert ചെയ്യുന്നത്. Actually it's the palindromic sequence of recession endonuclease. Recession endonucleaseന്റെ palindromic sequence ആണ് ഈ പറഞ്ഞ ഈ cloning site or recognition site. Okay, and next എന്ന് പറയുന്നത് വേറൊരു ഫീച്ചർ ഉണ്ട്, that is selectable marker, right? Selectable marker ഉണ്ട്. What is selectable marker? Selectable marker എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, see, what is the purpose of selectable marker? Selectable marker, commonly used selectable marker is antibiotic resistant gene. Antibiotic resistant gene. അതേതൊക്കെയാണ്? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. See, what is that? See, ഇപ്പോൾ ഈ ഒരു വെക്ടറിന് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന് ഉണ്ട് എന്ന് വെക്കുക. എന്ന് പറഞ്ഞാൽ ആംബിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്സിനോട് ഇതിന് റെസിസ്റ്റൻസ് ഉണ്ട് പോലും. See, ഈ ആൻറ്റിബയോട്ടിക്സ് ആംബിസിലിൻ കൊടുത്താലും ഇവൻ നശിച്ചു പോകത്തില്ല. ഇറ്റ് ഹാസ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി, റൈറ്റ്? ക്ലിയർ. അപ്പോൾ അവിടേക്ക് നമ്മൾ, ഇതൊരു വെക്ടറാണ്, വെക്ടറിന് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആംബിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അതിനോട് റെസിസ്റ്റൻസ് ഉണ്ടെന്ന്, അതല്ലേ ആംബിസിലിൻ റെസിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഇവിടെ തൊട്ട് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. അപ്പം വെക്ടർ DNA-യിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കും റീകോമ്പിനൻ്റ് ആയി എന്ന് വിളിക്കും. റീകോമ്പിനൻ്റ് DNA. വെക്ടർ DNA-യിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്നാ പറഞ്ഞു? റീകോമ്പിനൻ്റ് DNA ആയി. ഈ റീകോമ്പിനൻ്റ് DNA-ക്ക് ഇപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ? പറയൂ. ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടോടാ? ഉണ്ടോ? ആംബിസിലിൻ റെസിസ്റ്റൻസ് എന്തിയേ? ആംബിസിലിൻ റെസിസ്റ്റൻസ് നശിച്ചു പോയി. ബിക്കോസ് അവിടേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറിയിരിക്കുമല്ലേ. അപ്പോൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറി റീകോമ്പിനൻ്റ് ആയി എങ്കിൽ ആംബിസിലിൻ റെസിസ്റ്റൻസ് നശിച്ചു പോകും. ഇനി ആംബിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റിൽ ഉണ്ട് എങ്കിൽ അർത്ഥം ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറിയില്ല. ദാറ്റ് മീൻസ് നോൺ റീകോമ്പിനൻ്റ് ആണ്. റൈറ്റ്? മനസ്സിൽ ആയോ? ഇപ്പോൾ വെക്ടർ DNA-യിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്തു, അപ്പോൾ അവൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റി, ആംബിസിലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾ വിളിക്കും ദാറ്റ് ഈസ് റീകോമ്പിനൻ്റ്. ഇനി അവിടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്തു വെക്ടറിലെ DNA-യിലേക്ക്, മീൻസ് അപ്പോൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് ആംബിസിലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും എങ്കിൽ നമ്മൾ പറയും നോൺ റീകോമ്പിനൻ്റ്. അപ്പോൾ മക്കളെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെലക്ടബിൾ മാർക്കർ? ടു ഫൈൻഡ് ഔട്ട് റീകോമ്പിനൻ്റ് ഓർ നോൺ റീകോമ്പിനൻ്റ്. In order to find out recombinant or non-recombinant, that's the main purpose of selectable marker. See, ഇനി ഇവർക്ക് വേറൊരു സെലക്ടബിൾ മാർക്കർ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ടെട്രാസൈക്ലിനോട് റെസിസ്റ്റൻസ് ഉണ്ട്. ടെട്രാസൈക്ലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്, അത് കഴിച്ചാൽ ഇതിനൊന്നും ഏക്കത്തില്ല, അല്ലെ അതിനെ ആ മീഡിയത്തിൽ ഇട്ടാൽ അത് നശിച്ചു പോകത്തില്ല. ദാറ്റ്സ് എ പോയിന്റ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, റൈറ്റ്? സി, അപ്പോഴും അത് നശിച്ചു പോകുന്നില്ല. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ നമ്മൾ ഇവിടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ടു. ദാറ്റ് മീൻസ് നമ്മൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മൾ പറയും റീകോമ്പിനൻ്റ് ആണ്. മിച്ചം ഏത് റെസിസ്റ്റൻസ് ഉണ്ടടാ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉള്ള ഇവനെ എടുത്ത് നമ്മൾ ഹോസ്റ്റിലേക്ക് ഇടുകയാണ്. ഇവനെ എടുത്ത് നമ്മൾ എങ്ങോട്ടിടും? ഹോസ്റ്റ്. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഈ കോളെ എന്ന ബാക്ടീരിയയിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കുക. സി, അപ്പോൾ ഈ കോളെ എന്ന ബാക്ടീരിയയിലേക്ക് ഇവിടെ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഇല്ല, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ആണ്, അല്ലേ? സി, അപ്പോൾ ഹോസ്റ്റിന് ഇപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഏത് റെസിസ്റ്റൻസ് കിട്ടുകൂടാ? ടെട്രാസൈക്ലിൻ എന്ന ആൻറ്റിബയോട്ടിക്സിൽ അവൻ വളരും, സർവൈവ് ചെയ്യും. ബിക്കോസ് ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് ദെയർ എങ്കിൽ അവിടേക്ക് വെക്ടർ കയറിയെന്ന് അർത്ഥം. വെക്ടർ കയറിയെങ്കിൽ റെസിസ്റ്റൻസ് കിട്ടിയെന്നല്ലേടാ? വെക്ടർ കയറി, റൈറ്റ്? വെക്ടർ കയറിയെങ്കിൽ റെസിസ്റ്റൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ വെക്ടർ കയറിയെന്നാണ്. സി, നമുക്ക് നോക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം ഒരു സെല്ലാണ്, ഒരു DNA ആണ്. അപ്പോൾ ദാറ്റ് ഇസ് സർട്ടൻ ലിമിറ്റേഷൻ. വി ജസ്റ്റ് ഡു ദിസ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് വി ഐഡൻറ്റിഫൈഡ് വെക്ടർ ഹോസ്റ്റ് കയറിയെങ്കിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഹോസ്റ്റിന് കിട്ടും. ദാറ്റ് മീൻസ് ഹോസ്റ്റ് ഈസ് ട്രാൻസ്ഫോമൻറ്റ്. ഹോസ്റ്റ് ഈസ് ട്രാൻസ്ഫോമൻറ്റ്. ട്രാൻസ്ജെനിക്. അപ്പോൾ ഹോസ്റ്റിൽ വെക്ടർ കയറി എങ്കിൽ ട്രാൻസ്ഫോമൻറ്റ്, ഇല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻറ്റ്. ട്രാൻസ്ഫോമൻറ്റ് ആണോ നോൺ ട്രാൻസ്ഫോമൻറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോമൻറ്റ് ആണെങ്കിൽ ഹോസ്റ്റ് വെക്ടർ കയറി, ഇനി ഇല്ല എങ്കിൽ ഇത് വിളിക്കൂടാ നോൺ ട്രാൻസ്ഫോമൻറ്റ്.
അപ്പോൾ ട്രാൻസ്ഫോമൻ്റ് ആണോ നോൺ ട്രാൻസ്ഫോമൻ്റ് ആണോ എന്നറിയാൻ വേണ്ടി ആണ് നമ്മൾ സെലക്റ്റബിൾ മാർക്കർ ഓഫ് ദ വെക്ടർ യൂസ് ചെയ്യുക ആൻഡ് ഓൾസോ റീകോമ്പിനൻറ്റ് ഓർ നോൺ റീകോമ്പിനൻറ്റ്. ക്ലിയർ അല്ലേടാ? അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വെക്ടർ ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഷുഡ് ഹാവ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. ഡെഫിനറ്റ്ലി റൈറ്റ്. It's an important feature of a vector, and it should have a cloning site or recognition site in order to clone gene of interest at the specific sequence of the vector, and with help of recession in the nucleus, and we cut open the vector DNA at specific site. That site is called palindromic sequence, and it should have a selectable marker. What's the purpose of selectable marker? That is, in order to find out recombinant or non-recombinant, transformant or non-transformant, we use selectable marker. That's a point related to origin of replication, cloning site, palindromic sequence are the features, selectable marker are the features of a vector. മക്കളെ പഠിച്ചോടാ, ഇതൊക്കെ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെ പഠിക്കണം കേട്ടോ, മിടുക്കരായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് റിക്വയർഡ് ബൈ വെക്ടർ നമ്മൾ മനസ്സിലാക്കി, വെക്ടർ എന്നാന്ന് മനസ്സിലാക്കി. ആർ യു ഓക്കെ? സെറ്റാണോ? ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ്? Observe the cloning vector, explain the following. See, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ PBR322 is the cloning vector for E. coli. E. coliയിലേക്ക് വേണ്ടിയുള്ള cloning vector ഏതാണെന്ന് ചോദിക്കുകടാ. PBR322. It is constructed by Bolivar and Rodriguez. B stands for Bolivar, R stands for Rodriguez, P stands for plasmid, right? So first, artificially constructed cloning vector for E. coliയിലേക്കുള്ളതാണ്. See, we know that what is ORI? ORI is origin of replication. Origin of replication, right? See, ഈ ORIയിലാണ് ജീൻ ഓഫ് ഇവരാണ് തീരുമാനിക്കുന്നത് ഈ വെക്ടറിനെ കോപ്പി ഉണ്ടാക്കി, ഈ വെക്ടറിനെ ഫുള്ളായിട്ട് മേക്ക് കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ വെക്ടർ ബൈ ORI, റൈറ്റ്? കൺട്രോൾ കോപ്പി നമ്പർ ഓൾസോ. ഇത്ര കോപ്പി, ഇനി കൂടുതൽ കോപ്പി വേണമെങ്കിൽ വേറെ വെക്ടറിൽ ഇൻസേർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. Okay, and it should have എന്താണ് selectable marker is which are the selectable marker? Tetracycline resistance and ampicillin resistance are the selectable marker for PBR322. മക്കളെ ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PBR322 ഒക്കെ ബോർഡ് എക്സാമിന് വരയ്ക്കാനൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കും, ഇത് ഏതാണെന്ന് മാർക്ക് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഒരു ഏരിയ ആണ് PBR322. സി, അപ്പം ഇവിടെ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഹാസ് ORI ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ ക്ലോണിങ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ട്, സെലക്റ്റബിൾ മാർക്കർ ഉണ്ട്, ബാക്കി മുഴുവൻ എന്തുവാ? ക്ലോണിങ് സൈറ്റുകളാണ്. ക്ലോണിങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് പരിചയമുള്ള ഇക്കോ ആർ1 എന്ന റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എന്ന എൻസൈം കൊണ്ടുവന്നാൽ മുറിക്കുന്ന ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ഇവിടെയുണ്ട്. ദാറ്റ്സ് എ ക്ലോണിങ് സൈറ്റ് ഓഫ് ഇക്കോ ആർ1. അവിടേക്കാണ് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ക്ലാവൺ എന്ന് പറയുന്ന കാരിയോഫാനൻ ലാറ്റം എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ക്ലോണിങ് റെസിസ്റ്റൻ ന്യൂക്ലിയസ് ആണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന പാലിൻഡ്രോമിക് സീക്വൻസ് ഇവിടെയുണ്ട്. ഹിൻഡ് 3 ഹീമോഫീലസ് ഇൻഫ്ലുവൻസ RD എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ഇവിടെയുണ്ട്. ദെൻ ബാസിലസ് അമിലോ ലിക്വിഫേഷൻസ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻ എൻഡോ ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ഇവിടെയുണ്ട്. സാൽവൺ സ്ട്രെപ്റ്റോമൈസിസ് ആൽബസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് ഇവിടെയുണ്ട്. ആൻഡ് PVU പ്രോട്ടിയസ് വൾഗാരിസ്, അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ എൻസൈം എല്ലാം സ്പെസിഫിക് ആണ്. ഇപ്പോൾ നമ്മൾ ഇക്കോ ആർ1 എന്ന എൻസൈം കൊടുത്തു കഴിഞ്ഞാൽ വേറൊരിടത്തും പോയി മുറിക്കത്തില്ല, ഇവിടെ വന്നേ മുറിക്കുകയുള്ളൂ. ബിക്കോസ് അതിന് മുറിക്കാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് സീക്വൻസ്, പാലിൻഡ്രോമിക് സീക്വൻസ് അവിടെയുണ്ട്. മുന്നോട്ട് നമുക്കൊരു ക്വസ്റ്റ്യനിൽ എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, പാലിൻഡ്രോമിക് സീക്വൻസ് അവിടെയുണ്ട്. മക്കളെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ വിച്ച് ആർ ദ ക്ലോണിങ് സൈറ്റ് ഓഫ് PBR322, PST1, PVU1, ഇക്കോ ആർ1, ക്ലാവൺ, ഹിൻഡ് 3, ബാമച്ച്1, സാൽവൺ. How many cloning site of PBR322 has? 1, 2, 3, 4, 5, 6, 7, 8. And there is one ORI and 2 selectable marker. Ampicillin resistance and tetracycline resistance are the 2 selectable markers. And it has rope. What is rope? Protein which is coding for replication of plasmid. Protein, R stands for replication of plasmid, P protein. Replication of plasmid code ചെയ്യുന്ന പ്രോട്ടീൻ ഇവിടെയുണ്ട്, റൈറ്റ്? പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷനെ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ഇവിടെയുണ്ട്.
അപ്പോൾ ദാറ്റ്സ് അബൌട്ട് PBR 322. നിങ്ങൾ ഇത് പഠിക്കണം, ഇത് മക്കളെ ഇത് വരയ്ക്കാനൊക്കെ പഠിക്കണം. ഇതെവിടെയാണ് കറക്റ്റ് ലേബിൾ ചെയ്ത് ഒരു ക്ലോക്ക് പോലെ ഓർത്ത് പഠിക്കാം. 6 o'clock പൊസിഷനിൽ എന്തൊക്കെ, 12 o'clock എന്തൊക്കെ, 3ലും 9ലും എന്തൊക്കെ, എവിടെയൊക്കെയാണ് ആംബിസിലിൻ ടെട്രാസൈക്കിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, ആംബിസിലിൻ്റെ അവിടെ ഇരിക്കുന്ന ക്ലോണിംഗ് സൈറ്റുകൾ ഏതൊക്കെ, PST1 PV1, ടെട്രാസൈക്കിൾ റെസിസ്റ്റൻസിന് അവിടെ ഇരിക്കുന്ന ക്ലോണിംഗ് സൈറ്റുകൾ ഏതൊക്കെ, SAL1 BAM-H1, അങ്ങനെ പഠിക്കുക. ഓക്കേടാ, അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, സി ആൻഡ് വാട്ട് അബൌട്ട്, അപ്പോൾ വാട്ട് ഈസ് BAM-H1? വാട്ട് ഈസ് BAM-H1? ബാസിലസ് അമിലോ ലിക്വിഫേഷൻസ് എന്ന് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഷെൻസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ് BAM-H1. ബാസിലസിൻ്റെ ബി എവിടെ നിന്ന് ആണോ ഐസൊലേറ്റ് ചെയ്യുന്നത്, ഏത് ബാക്ടീരിയയിൽ നിന്നാണോ ഐസൊലേറ്റ് ചെയ്യുന്നത്, ആ ബാക്ടീരിയയുടെ ഫസ്റ്റ് ലെറ്റർ ആണ് ആദ്യത്തെ ലെറ്റർ. പിന്നെ സ്പീഷ്യസിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സാണ് സെക്കൻഡ്, AM, and H1. 1 is the order of isolation from that bacteria, right? BAM-H1 is the restriction endonuclease. Restriction endonuclease. അപ്പം ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഇതൊരു DNA ആണ്, വെക്ടർ എന്ന് പറഞ്ഞ ഒരു DNA, ആ DNAക്ക് കട്ട് ഓഫ്, ആ DNA മുറിക്കുന്ന എൻസൈമാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് BAM-H1 എന്ന് ലേബൽ ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് അല്ലേ. ഈ BAM-H1 എന്ന് പറഞ്ഞ എൻസൈം നമ്മൾ ഇവിടെ കൊടുത്താൽ ഇവിടെ മാത്രമേ അത് മുറിക്കാൻ പറ്റുള്ളൂ, ആ DNA മുറിക്കാൻ അവിടെ പറ്റുള്ളൂ. ബിക്കോസ് അവിടെ അവനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അവിടെയാണുള്ളത്. അവൻ ആക്ട് ചെയ്യാൻ പറ്റുന്ന ആ സ്ഥലത്തിനെ നമ്മൾ വിളിക്കും പാലിൻഡ്രോമിക് സീക്വൻസ്. ഓക്കെ, പാലിൻഡ്രോമിക് സീക്വൻസ്. ഇതുപോലെ എല്ലാ എൻസൈമിനും അങ്ങനെ പാലിൻഡ്രോമിക് സീക്വൻസ് സ്പെസിഫിക് ആണ്. ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനുമുള്ള പാലിൻഡ്രോമിക് സീക്വൻസുകൾ സ്പെസിഫിക് ആണെന്നുള്ള കാര്യമൊക്കെ പഠിച്ചു വെക്കണം മക്കളെ. ഓക്കെ ആണോ? ദാറ്റ്സ് അബൌട്ട് റിലേറ്റഡ് ടു ORI ആൻഡ് BAM-H1. ദെൻ അടുത്തത് ഇലക്ട്രോഫോറസിസിനെ കുറിച്ചാണ്. ഇലക്ട്രോഫോറസിസ് ഇസ് എ മെത്തേഡ് കോമൺലി യൂസ്ഡ് ഇൻ ബയോടെക്നോളജി. ബ്രീഫ്ലി അബൌട്ട് ജെൽ ഇലക്ട്രോഫോറസിസ്. സി, വാട്ട് ഇസ് ജെൽ ഇലക്ട്രോഫോറസിസ്? വാട്ട് ഈസ് ഇലക്ട്രോഫോറസിസ്? ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഫോറസിസ്, ഈ സീവിങ് ഇഫക്റ്റ് ഓഫ് DNA സീവ് ചെയ്തിട്ട്, ജെല്ലിലൂടെ സീവ് ചെയ്തിട്ട് നമ്മൾ DNAയുടെ സൈസ് അനുസരിച്ചിട്ട് DNA സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി. DNAയുടെ സൈസ് അനുസരിച്ചിട്ട് DNA സെപ്പറേറ്റ് ചെയ്യാം. സി, നമ്മൾ DNA ഐസൊലേഷൻ നടത്തിയിട്ട് DNA റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് മുറിച്ച് ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രാഗ്മെൻറ്റ്സിൽ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നടത്തുന്ന പരിപാടിയാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ആണ് പരിപാടി. SI, സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ആണ് ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ പർപ്പസ്. സി, ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോഫോറസിസ് പ്ലേറ്റുകളുണ്ട്, അതിലേക്ക് നമ്മളൊരു ജെൽ ആഡ് ചെയ്യും. വിച്ച് ജെൽ ഈസ് യൂസ്ഡ്? കോമൺലി യൂസ്ഡ് ജെൽ ഈസ് അഗാരോസ് ജെൽ. അഗാരോസ് ജെൽ നടത്തുന്ന ഇലക്ട്രോഫോറസിസിനെ എന്ത് വിളിക്കും? അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, റൈറ്റ്? അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, AGE, right? Agarose gel electrophoresis is the gel. In the gel electrophoresis we use agar is the gel. Agarose medium is the gel. Therefore it is known as agarose gel electrophoresis we use, right? Okay മക്കളെ? Okay. And ഇവിടെ അഗാരോസ് എന്ന ജെല്ല് നിറച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ കുറച്ച് ജെൽ പീസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി മാറ്റും. ഇവിടെ വെൽസ് ഉണ്ടാക്കും. ജെൽസ് പീസ് ഇളക്കി മാറ്റി അവിടെ എന്തുണ്ടാക്കും? ചെറിയ കുഴികൾ. അതിലേക്ക് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലുള്ള ഈ കണ്ടൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കും, റൈറ്റ്? എന്നിട്ട് ഇവിടെ 2 ഇലക്ട്രോഡുകളാണ്. ഈ DNA ഒഴിച്ച വെൽസിൻ്റെ സൈഡിലുള്ള നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡും ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വയറുകൾ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോഫോറസിസ് പ്ലേറ്റ് എടുത്തു, അതിൽ നമ്മൾ ജെല്ല് ഫില്ല് ചെയ്തു, അഗാരോസ് ജെല്ല് ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ഇളക്കി മാറ്റിയിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് കുറച്ച് വെൽസ്, അല്ലേ? വെൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വെൽസ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? അതിലേക്ക് നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? DNA ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തു. അപ്പോൾ DNA ചാർജ് എന്താ? വാട്ട് ഇസ് ദ ചാർജ് ഓഫ് DNA? മക്കളെ, വാട്ട്സ് ദ ചാർജ് ഓഫ് DNA? വാട്ട്സ് ദ ചാർജ് ഓഫ് DNA? നെഗറ്റീവ്ലി ചാർജ് DNA ആൻഡ് അസിഡിക്.
അല്ലേ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ് അല്ലേ? ഫോസ്ഫോറിക് ആസിഡ് ആണ് ന്യൂക്ലിയോടൈഡിലുള്ളത്. നൈട്രജൻ ബേസ്ഡ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. അപ്പോൾ അസിഡിക് നേച്ചർ ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ഉണ്ട് ഡി എൻ എക്ക്. സി അപ്പോൾ ഡി എൻ എ എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ്ലി ചാർജ് ഡി എൻ എ മൂവ് ടുവേഴ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ബേസ്ഡ് ഓൺ ദ സൈസ്. എടാ ആ സൈസ് അനുസരിച്ച് ഇങ്ങനെ ഓടുവാണ്. അപ്പോൾ നമുക്കറിയാം ഓട്ടത്തിൽ ഇങ്ങനെ ഓടുമ്പോൾ ആരാടാ ഫസ്റ്റ് അടിക്കുന്നത്? ചെറിയ സൈസ് ഉള്ളവനാണോ വലിയ സൈസ് ഉള്ളവനാണോ? ചെറിയ സൈസ് ഉള്ളവൻ ഊട്ടി അങ്ങ് പോലെ. ദ സെയിം തിങ്, ഇത് ചെറിയ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ഫ്രണ്ടിലെത്തും, തടിച്ചവനൊക്കെ പുറകെ കിടക്കും. റൈറ്റ്? സി ബേസ്ഡ് ഓൺ ദ സൈസ് ഡി എൻ എ സെപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണത്തില്ല ഡി എൻ എനെ, എന്നിട്ടും കാണത്തില്ല. റൈറ്റ്? വി കുഡ്ന്റ് സീ ദ ഡി എൻ എ. അപ്പോൾ വി യൂസ് എഥിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? എഥിഡിയം ബ്രോമൈഡ് ഉപയോഗിച്ച് ഡി എൻ എനെ സ്റ്റെയിൻ ചെയ്യും. റൈറ്റ്? എഥിഡിയം ബ്രോമൈഡ് ഉപയോഗിച്ച് ഡി എൻ എ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ബ്രൈറ്റ് ഓറഞ്ച് കളർ കിട്ടും. എന്നാ കളർ കിട്ടും? ബ്രൈറ്റ് ഓറഞ്ച് കളർ കിട്ടും. റൈറ്റ്? ബ്രൈറ്റ് ഓറഞ്ച് കളർ ഓഫ് ഡി എൻ എ. റൈറ്റ്? എഥിഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്യുമ്പോൾ ബ്രൈറ്റ് ഓറഞ്ച് കളർ ഓഫ് ഡി എൻ എ. റൈറ്റ്? അന്നേരം അവൻ്റെ അകത്തുനിന്ന് ഇതാണ് നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാകും. അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തെടുത്ത് അതിനകത്ത് ഇളക്കിയെടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നീക്കിനെ വിളിക്കും എലൂഷൻ. റൈറ്റ്? എലൂഷൻ. ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞേ? ഡി എൻ എയുടെ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ജെൽ ഇലക്ട്രോഫോർസിസ് വഴി സെപ്പറേറ്റ് ചെയ്യുകയാണ്. സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അഗാരോസ് ജെൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇലക്ട്രോഫോർസിസ് പ്ലേറ്റിൽ നമ്മൾ ഫില്ല് ചെയ്തു. നെഗറ്റീവ് ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ സൈഡിലേക്ക് നമ്മൾ ചെറിയ കുഴികൾ ഉണ്ടാക്കി ബൈ റിമൂവിങ് ജെൽ ഫ്രം ദെയർ. എന്നിട്ട് അവിടേക്ക് നമ്മൾ ഡി എൻ എയുടെ ഫ്രാഗ്മെന്റ്സ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തു. ദെൻ ഡി എൻ എ വിൽ മൂവ് ടുവേഴ്സ് പോസിറ്റീവ് ആനോഡ് based on the size. എന്നിട്ട് നമ്മൾ അതിനെ കാണത്തില്ല ഡി എൻ എനെ. വി യൂസ് ദ സ്റ്റെയിൻ എഥിഡിയം ബ്രോമൈഡ്. വി ഒബ്റ്റെയിൻ ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ് ഓഫ് ഡി എൻ എ. റൈറ്റ്? ആൻഡ് നമുക്ക് നമ്മൾ അതിൽ നിന്ന് ഇളക്കിയെടുത്ത് സെപ്പറേറ്റ് ചെയ്തതിനെ എന്ത് വിളിക്കും? എലൂഷൻ. ദ സെപ്പറേഷൻ ടെക്നിക് ഈസ് കോൾഡ് എലൂഷൻ. മക്കളെ ഓക്കെ? അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു ദിസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ നമ്മൾ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് കിട്ടി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Isolation of DNA from plant cell involves many steps. Explain the different steps. Isolation of DNA. അത്രയേ ഉള്ളൂ. ഡി എൻ എ ഐസൊലേറ്റ് ചെയ്താൽ മതി. ഒരു പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും വെളിയിൽ എന്നാ ഉണ്ടടാ? സെൽ വോൾ ഉണ്ട്. സെൽ വോൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്. അപ്പോൾ സെല്ലുലോസിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യണം. സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്നാ? സെല്ലുലേസ്. അപ്പോൾ നമ്മൾ സെല്ലുലേസ് അപ്ലൈ ചെയ്യണം ആദ്യം. ഒന്നാമത് സെല്ലുലേസ് കൊടുക്കണം. പിന്നെ സെൽ വോളിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ദർ ഈസ് പ്ലാസ്മ മെംബ്രെയിൻ. അവിടെ എന്തുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. റൈറ്റ്? ഓർ സെൽ മെംബ്രെയിൻ. അതിനെ മുറിക്കണമെങ്കിൽ പ്രോട്ടീനും ലിപ്പിഡും കൊണ്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടിയേസും ലിപ്പേസും അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിൻ്റെ അകത്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ അകത്താണ് നമ്മുടെ ഡി എൻ എ. ഇപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ മുറിക്കാനും നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടീസ് ലിപ്ലേസ് കൊടുക്കും. പിന്നെ RNA-കളുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ RNA സപ്ലൈ ചെയ്യും. പിന്നെ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഡി എൻ എ ഇങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ വരും അല്ലേ? ഡി എൻ എ ഇങ്ങനെ പുറത്ത് വരും. പക്ഷെ എല്ലാം കൂടെ കുഴഞ്ഞ് കിടക്കുമല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചിൽഡ് എഥനോൾ ആഡ് ചെയ്യും. അപ്പോൾ ഒന്ന് സെല്ലുലേസ് കൊടുത്തു, 2 പ്രോട്ടീസ് ലിപ്പേസ് കൊടുത്തു, വീണ്ടും നമ്മൾ ചിൽഡ് RNAs കൊടുത്തു. റൈറ്റ്? പിന്നെ ചിൽഡ് എഥനോൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡി എൻ എനെ പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യും. റൈറ്റ്? ഡി എൻ എ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടും. റൈറ്റ്? ദാറ്റ്സ് പ്രോസസ് ഈസ് കോൾഡ് സ്പൂളിംഗ്. എന്ത് വിളിക്കും? സ്പൂളിംഗ്. റൈറ്റ്? ഡി എൻ എ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടി. റൈറ്റ്? ഡി എൻ എനെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടും. That is called spooling, മക്കളെ. But that is the process. These are the different steps how to isolate DNA from plant cell. Cell wall break ചെയ്യാൻ വേണ്ടി cellulase and protease, lipase, RNAs, then chilled ethanol. Precipitate out DNA. DNA separation from isolation of DNA is the first process of genetic engineering. മക്കളെ clear? Okay, that's a point related to how this isolation of DNA. Then as a DNA sequence തന്നിരിക്കുകയാണ്. So what is the DNA? This DNA sequence is the palindromic sequence of EcoR1. EcoR1ന്റെ palindromic sequence ആണ് ഈ തന്നിരിക്കുന്നത്.
ഇക്കോ R1 എന്ന് പറയുന്ന എഷെർഷ്യ കോളെ RY13 എന്ന ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അതിൻ്റെ പാലിൻഡ്രോമിക് സീക്വൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. Palindromic sequence എന്താ? What is palindromic sequence? Sequence of base pair that read same on two strands when orientation of reading kept same. Sequence of base pair that read same on two strands when orientation of reading kept same is called palindromic sequence. അപ്പം GAATTC, right? It's a palindromic sequence. GATTC is the palindromic sequence and അതിൻ്റെ ഓപ്പോസിറ്റ് പറയാം. GATTCയുടെ ഓപ്പോസിറ്റ് എന്നാ? Gയുടെ ഓപ്പോസിറ്റ് C അല്ലേ? എയുടെ ഓപ്പോസിറ്റ് ടി, എയുടെ ഓപ്പോസിറ്റ് ടി, ടി എ, ടി എ, സി ജി. സി അതിൻ്റെ പൊളാരിറ്റി നോക്ക്. 5' 3' ഓറിയൻറ്റേഷൻ വായിക്കുമ്പോൾ GATTC. അടുത്ത് വായിക്കുക GAATTC is also 5' 3'. It's a sequence of base pair that read same on two strands when orientation of reading kept same. Orientation of reading 5' 3'. GATTC 5' 3'. 3' 5' CTTAAG. 3' 5' CTTAAG. That is called palindromic sequence. Precision endonuclease cut DNA. Name the enzyme. Which enzyme is used to cut? Eco R1. Eco R1 എവിടെ കട്ട് ചെയ്യും? GAATTC CTTAAGയുടെ എവിടെ കട്ട് ചെയ്യും? ജിക്കും എക്കും ഇടയ്ക്ക്, രണ്ട് വശത്തുള്ള ജിക്കും എക്കും ഇടയ്ക്ക് ഫോസ്ഫോഡ് ഡയസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഫോസ്ഫോഡ് ഡയസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യും, റൈറ്റ്? വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എവിടെ കട്ട് ചെയ്യും ചോദിക്കും? ഫോസ്ഫോഡ് ഡയസ്റ്റർ ബോണ്ട് എവിടെ ഇടയ്ക്കുള്ള? ജിക്കും എക്കും ഇടയ്ക്കുള്ള ഫോസ്ഫോഡ് ഡയസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യും, റൈറ്റ്? ജിക്കും എക്കും ഇടയ്ക്കുള്ള ഫോസ്ഫോഡ് ഡയസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യും മക്കളെ. ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു GATTC CTTAAG എങ്ങനെ കട്ട് ചെയ്യും, റൈറ്റ്? ജിക്കും എക്കും ഇടയ്ക്കുള്ള ഫോസ്ഫോഡ് ഡയസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യും. മക്കളെ ക്ലിയർ? ദാറ്റ്സ് എ പോയിന്റ്. Okay. And what about next question? Given below the figure can be cut down by recession endonuclease. Name the sequence. This sequence is called palindromic sequence. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. GAATTC CTTAAG, right? Of eco R1, right? Name of recession endonuclease, that is eco R1, is used to cut open the vector DNA and foreign DNA. വെക്ടർ ഡി എൻ എയിൽ ഇപ്പം നമ്മളിപ്പോൾ വെക്ടർ ഡി എൻ എയും ഫോറിൻ ഡി എൻ എയും മുറിക്കാൻ ഇക്കോ R1 ഉപയോഗിക്കുവാണെങ്കിൽ ഇവിടെയും വേണം GATTC, ഇവിടെയും വേണം GATTC. അത്രയേ ഉള്ളൂ. ഇവിടെ വെക്ടർ ഡി എൻ എയിലെ ജിക്കും എക്കും ഇടയ്ക്ക് മുറിക്കും, ഫോറിൻ ഡി എൻ എയിലെയും ജിക്കും എക്കും ഇടയ്ക്ക് മുറിക്കും. ഏത് ബോണ്ട് മുറിക്കും? ഫോസ്ഫോഡ് ഡയസ്റ്റർ ബോണ്ട് മുറിക്കും. അപ്പോൾ ഒരേപോലെ മുറിച്ചിട്ട് ഇളക്കി മാറ്റും. AAATTC ഇവിടുന്ന് AAAT വരെ ഇളക്കി മാറ്റും. ഇത്ര അങ്ങ് ഇളക്കി ഇങ്ങനെ മാറ്റും. ഇവിടുന്ന് ഇത്ര ഇളക്കി മാറ്റും, റൈറ്റ്? അപ്പം ഇതിൻ്റെ മേളത്തെ വശം എടുത്ത് കളയും, ഇവിടുത്തെ താഴത്തെ വശം GCC TTA എടുത്ത് കളയും. അപ്പോൾ രണ്ടുപേരും കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്നുണ്ടോ? ടിയുടെ ഓപ്പോസിറ്റ് എ ഇവിടെയുണ്ട്, ടിയുടെ ഓപ്പോസിറ്റ് ഇവിടെ എ ഉണ്ട്, എയുടെ ഓപ്പോസിറ്റ് ടി ഉണ്ട്. അങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്ന എൻഡുകളാണ് സ്റ്റിക്കി എൻഡ്. കോംപ്ലിമെൻ്ററി ആയിട്ട് ഒറ്റ ഹാൻഡിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ഓവർഹാങ് ചെയ്ത് നിൽക്കുന്ന എൻഡുകളാണ് സ്റ്റിക്കി എൻഡ്. ഇഫ് യു സെയിം റെസ്ട്രിക്ഷൻ endonuclease, അപ്പോൾ ഇഫ് യു സെയിം റെസ്ട്രിക്ഷൻ endonuclease ടു കട്ട് ഓപ്പൺ ദ വെക്ടർ ആൻഡ് ഫോറിൻ DNA ഫോം സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ DNA ലിഗേസിന് ആക്ട് ചെയ്യാൻ എളുപ്പമാണ്, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു മക്കളെ എന്ത്? ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ. ക്ലിയർ? ഇക്കോ R1ലെ ECO എന്തിനെ ആക്ട് ചെയ്യുന്നു? എന്തൊക്കെയാണ് ECO? എന്താണ് ECO, റൈറ്റ്? ഇക്കോ R1 നമ്മൾ പലതവണ പറഞ്ഞു. എഷെർഷ്യ, റൈറ്റ്? എഷെർഷ്യ കോളൈ RY13, റൈറ്റ്? എഷെർഷ്യയുടെ കോളയുടെ CO, R is the strain, right? Strain of bacteria, and Roman number indicates order of isolation, right? Roman number indicates order of isolation. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ endonuclease നമ്മൾ എപ്പോഴും പേരിടുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ലെറ്റർ ജീനസിന്റെ ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് 2 ലെറ്റേഴ്സ് സ്പീഷ്യസിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ്, ആൻഡ് ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ് റോമൻ നമ്പർ എങ്കിൽ ആറൊക്കെ എന്താടാ? സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. But that's about different points related to this chapter, makale.
അപ്പോൾ നമ്മൾ നോട്ട് ദിസ് ചാപ്റ്ററിൻ്റെ കുറച്ച് പോർഷൻ റൈറ്റ് നമ്മൾ ഹാഫ് ഓഫ് ദ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതാണ്ട് നമ്മൾ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുകയായിരുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റീകോം DNA, ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം, അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ജനറ്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. ജനറ്റിക് റീകോം DNA ടെക്നോളജിയിൽ ഐസൊലേഷൻ ഓഫ് DNA പിന്നെ കട്ടിംഗ് ഓഫ് DNA കട്ട് ചെയ്യാൻ വേണ്ടി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ വെക്ടറിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുകയായിരുന്നു. എൻസൈംസിനെ കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. അതേപോലെ തന്നെ DNA നമ്മൾ കട്ട് ഓപ്പൺ ചെയ്യാൻ, വെക്ടറിനെ കട്ട് ഓപ്പൺ ചെയ്യാനും ഫോറിൻ DNA കട്ട് ഓപ്പൺ ചെയ്യാനും നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിക്കും, എന്നിട്ട് സ്റ്റിക്കി എൻസ് ഉണ്ടാക്കും എന്ന് നമ്മൾ പറയുകയായിരുന്നു. പാലിൻഡ്രോമിക് സീക്വൻസുകളെ കുറിച്ച് ഡീൽ ചെയ്തു. അതേപോലെ നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ജെൽ ഇലക്ട്രോഫോർസിസ് ഡീൽ ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ്, അപ്പോൾ വെക്ടറിൻ്റെ ഫീച്ചേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, അതേപോലെ സെലക്റ്റബിൾ മാർക്കർ ആൻഡ് റിക്കഗ്നേഷൻ സൈറ്റുകളൊക്കെ ഡീൽ ചെയ്തു. നമ്മൾ ഇനിയും പറയാനുള്ളത് നമുക്ക് എങ്ങനെയാണ് ഈ കിട്ടിയ ജീനുകളിലെ കോപ്പീസ് ഉണ്ടാക്കുക, മേക്ക് കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, ആൻഡ് എങ്ങനെയാണ് ഈ റീകോം DNA ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമെൻ്റ് ആകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷേ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഉണ്ട്, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എങ്ങനെയാണ്, അതിൽ ബയോ റിയാക്ടേഴ്സിനുള്ള റോളുകൾ എന്താണ്, വാട്ട് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആൻഡ് ബയോസിന്തറ്റിക് സ്റ്റേജുകൾ എന്താണ്, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്താണ് എന്നൊക്കെയുള്ളത് വി വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് സെഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. മക്കളെ എല്ലാവരും നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നന്നായി പഠിക്കുക, ഏറ്റവും സ്മാർട്ടായി പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ഇഷ്ടത്തോടെ കഷ്ടപ്പാടില്ലാതെ ഏറ്റവും സ്മാർട്ടായിട്ട് ഈ ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നല്ല റിസൾട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഹാഫ് സെഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ. ഗോഡ് ബ്ലെസ് യു.